ഹലോ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണല്ലേ. ആദ്യത്തെ എക്സാം തന്നെ നമ്മുടെ IT-യുടെ എക്സാം ആണ്. ആ എക്സാമിൻ്റെ പ്രത്യേകത എന്താ, റീവാലുവേഷൻ ഇല്ല എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടേ, നമ്മൾ എന്തായാലും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരുപാട് തിയറി ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഒരു കോൺഫിഡൻസ് അവിടെ നിന്നോട്ടെ, ഓവർ കോൺഫിഡൻസ് വേണ്ട എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഓൾറെഡി നോക്കി വെച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നല്ല കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് പറ്റുന്നത് പോലെ എക്സാമിന് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അധികം ടെൻഷനൊന്നും വേണ്ട, നമുക്ക് എക്സാം എളുപ്പമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, നല്ല രീതിയിൽ നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടോ തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. അറിയുന്നത് നല്ല വൃത്തിയിൽ ചെയ്തിട്ട് കൃത്യമായിട്ട് അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഗ്രേഡിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെല്ലാം പഠിച്ച് സെറ്റാക്കിയാൽ പോലും ചില സമയത്ത് ടെൻഷൻ കൊണ്ടായിരിക്കണം ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ ചില തെറ്റുകൾ പറ്റും. അത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ഇനി പറ്റിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ചെറിയ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം തന്നെ പറയട്ടെ, ഫസ്റ്റ് നോട്ട് ചെയ്തോ, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ റെക്കോർഡ് ബുക്ക് എടുക്കാൻ മറന്നു പോകരുത്. വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് റെക്കോർഡ് ബുക്ക് നിർബന്ധമായിട്ടും എടുക്കണം. ഇവിടെ നമുക്ക് പെന്നും പെൻസിലും ഒക്കെ എടുത്തില്ലെങ്കിലും വലിയ കുഴപ്പം അവിടെ ഇല്ല, കാരണം നമ്മൾ സോഫ്റ്റ്വെയറിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ റെക്കോർഡ് ബുക്ക് 2 മാർക്കാണ്, അതേപോലെ റെക്കോർഡ് ബുക്ക് നിർബന്ധമാണ്. അവിടെ റെക്കോർഡ് ബുക്ക് നമ്മൾ നിർബന്ധമായും കൊണ്ടുപോകണം. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മൾ ഇത് ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയല്ല വേണ്ടത്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, അതായത് സിസ്റ്റത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അവിടെയുള്ള ആ ടീച്ചറെ അറിയിക്കണം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കരുത്. അപ്പം തന്നെ ആ ഒരു ടീച്ചർ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അപ്പം തന്നെ എന്ത് ചെയ്യുക, ടീച്ചറെ അറിയിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പെട്ടെന്ന് തന്നെ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കാര്യവും കൂടി നിങ്ങളവിടെ ശ്രദ്ധിച്ച് വെക്കുക. ചില സമയത്ത് ടെൻഷൻ കൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പം തന്നെ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന്, പബ്ലിഷിംഗ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രവർത്തനമുണ്ട്, ഒരു ചോദ്യമുണ്ട് മെയിൽ മർജുമായി ബന്ധപ്പെട്ടത് അല്ലേ. മെയിൽ മർജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ് അതല്ല കൊടുക്കേണ്ടത്. ബാക്കിയുള്ള പ്രവർത്തനമൊക്കെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാതെ പോയിട്ട് ഫയലിൽ സേവ് കൊടുക്കും അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കും. അങ്ങനെയല്ല, മെയിൽ മർജിൻ്റെ പ്രവർത്തനമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓർമ്മയുണ്ടോ? ഫയലിൽ പ്രിന്റ് ആണ് കൊടുക്കേണ്ടത്. സിംഗിൾ ഡോക്യുമെന്റ് ആയിട്ടൊക്കെ സേവ് ചെയ്യാൻ പറയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ആ മെയിൽ മർജിന്റെ പ്രവർത്തനമാണെങ്കിൽ ഫയലിൽ പ്രിന്റ് ആണ് കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ പോയി കണ്ടോ. എന്തായാലും ഫയലിൽ പ്രിന്റ് ആണ് അവിടെ മെയിൽ മർജിന്റെ പ്രവർത്തനം കൊടുക്കേണ്ടത്. പലപ്പോഴും അത് തെറ്റിച്ച് കാണാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈത്തണിൻ്റെതാണ്. പൈത്തൺ ചിലപ്പോൾ ജസ്റ്റ് കളർ മാറ്റുക അത്തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് എക്സാം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തോ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവിടെ ആ ഐഡിയിൽ ഓപ്പൺ ചെയ്തിട്ട് ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കാതെ അവിടെയുള്ള ആ ഒരു ഷെല്ലിൽ തന്നെ, പൈത്തൺ ഷെല്ലിൽ തന്നെ കൊണ്ടുപോയി നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ പൈത്തൺ ഷെൽ ഓപ്പൺ ചെയ്ത ശേഷം അവിടെ ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഡിറ്റർ വിൻഡോ ഉണ്ട് അല്ലേ. ആ എഡിറ്റർ വിൻഡോയിലാണ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടതും. അവിടെയാണ് നമുക്ക് റൺ മൊഡ്യൂളൊക്കെ ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ മുഴുവൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത് എഡിറ്റർ വിൻഡോയിലാണ്. ആ എഡിറ്റർ വിൻഡോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കണം. കിട്ടിയ ആവേശത്തിൽ കൊണ്ടുപോയിട്ട് ആ ഒരു പൈത്തൺ ഷെല്ലിൽ ടൈപ്പ് ചെയ്ത് പോകരുത്, ന്യൂ ഫയൽ കൊടുക്കണം എന്നുള്ളത് ഇപ്പം തന്നെ ഒന്ന് ഓർത്ത് വെച്ചു. ഇനി കൂടുതൽ കാര്യങ്ങൾ അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചില ഇങ്ക്സ്കേപ്പിലൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗ്രൂപ്പ് എവിടെയാണുള്ളത്, ഒബ്ജക്റ്റിലാണ് ഗ്രൂപ്പ് ഉള്ളത്. അതേപോലെ തന്നെ പുട്ട് ഓൺ പാത്ത് എവിടെയാണുള്ളത്, ടെക്സ്റ്റിലാണ് പുട്ട് ഓൺ പാത്ത് ഉള്ളത്, പാത്തിലാണ് ഡിഫറൻസ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സോഫ്റ്റ്വെയറുകളും എങ്ങനെയായിരുന്നു ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്യണം. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സോഫ്റ്റ്വെയറുകളും എങ്ങനെയാണ് ആ മെനുവിലൂടെ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മറന്നു പോകുന്നതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് തെറ്റിക്കാൻ സാധ്യതയുള്ള, ചില കുട്ടികൾക്ക് തെറ്റിച്ച് കാണാറുള്ള 1-2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. പിന്നെ അധികം ഓവർ ടെൻഷനായിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ തന്നെ കളയേണ്ട. അത്തരം ഓവർ ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന എക്സാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. ആദ്യത്തെ പബ്ലിക് എക്സാമാണ്. പക്ഷേ അധികം ടെൻഷൻ ഒന്നും വേണ്ട. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി എന്തായാലും നിങ്ങൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി പോവുക. കൃത്യമായിട്ട് സമയം കളയാതെ ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിയറിയും നിങ്ങളുടെ ബാക്കിയുള്ള 4 പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളും
ഭംഗിയായിട്ട് ചെയ്തിട്ട് ലാബിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ വേണ്ടി നോക്കുക. പിന്നെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളതും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവർക്ക് ആ ഇൻസ്റ്റയിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻ്റായിട്ടോ ഇൻസ്റ്റയിൽ DM ആയിട്ടോ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പോയി എക്സാം എഴുതിക്കോ. നല്ല മാർക്ക് തന്നെ നിങ്ങൾ കിട്ടും, നിങ്ങൾ വിചാരിക്കുന്ന ഗ്രേഡിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്ന ആ ഒരു ഉറപ്പോട് കൂടി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പോയിക്കോ. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്.